ട്രേഡേഴ്സ് മാർക്കറ്റ് ഓപ്പൺ ആയിട്ട് നമ്മുടെ ക്യാൻഡിലിൻ്റെ ഫോർമേഷൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനിയൊരു 17 സെക്കൻഡ് കൂടെ ബാക്കിയുള്ളൂ. നമ്മുടെ ഫിബോയെ ഒന്ന് പ്ലോട്ട് ചെയ്തേക്കാം. 0.6% ഫിബോ. ഓക്കെ, നമ്മുടെ ഫിബോയെ ഞാൻ പ്ലോട്ട് ചെയ്തിട്ടുണ്ട്. എൻ്റെ ഒരു ഓവറോൾ ഇന്നത്തെ ഒരു കൺവിക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റ് ഒരു ഡൗൺഫോളാണ് എനിക്ക് തോന്നുന്നത്. സോ നമ്മൾ വലിയൊരു ഡൗൺഫോളിനെ ക്യാപ്ചർ ചെയ്തില്ലെങ്കിലും നമ്മളുടെ ഒരു ഡിസൈഡ് ഒരു 100 പോയിൻറ്റ്സിൻ്റെ ഒരു ഫോളിനെ ക്യാപ്ചർ ചെയ്യുവാന്നാണ്. അപ്പം വേണമെങ്കിൽ ഇവിടുന്ന് ട്രേഡിൽ എൻട്രി എടുക്കാം. പക്ഷേ വെയിറ്റ് ചെയ്യാം, നമ്മുടെ ലൈനിനെ വന്ന് മാർക്കറ്റ് എങ്ങനെ ബിഹേവ് ചെയ്യുന്നു, അല്ലെങ്കിൽ ലൈനിൻ്റെ അടുത്ത് എത്തി മാർക്കറ്റ് എങ്ങനെ റിയാക്ട് ചെയ്യുന്നു എന്ന് നോക്കാം. അല്ല ഇനിയിപ്പോൾ ഇവിടുന്ന് കണ്ടിന്യൂസ് ഫോൾ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ വല്ല ട്രേഡും നോക്കാം. അല്ലെങ്കിൽ വെയിറ്റ് ചെയ്തിട്ട് നമ്മുടെ ലൈനിൻ്റെ അടുത്ത് എവിടെയെങ്കിലും നമ്മുടെ ക്യാൻഡിലിൻ്റെ ലോയും കൂടെ മാർക്കറ്റ് താഴത്തോട്ട് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇവിടെ ട്രേഡ് എടുക്കുന്ന അർത്ഥമില്ല. ഇവിടെ ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഒരു വലിയൊരു സ്റ്റോപ്പ് ലോസായി മാറും. സോ ഇവിടുന്ന് ഇപ്പോൾ ട്രേഡ് എടുക്കുന്നതിൽ അർത്ഥമില്ല. തിരിച്ചാണ് മാർക്കറ്റ് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് തിരിച്ച് മാർക്കറ്റ് മേളിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് നമ്മുടെ ട്രേഡിൽ എൻട്രി എടുക്കാം. R1 റെസിസ്റ്റൻസിനെയും കൂടെ മാർക്കറ്റ് താഴത്തോട്ട് ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് R1 റെസിസ്റ്റൻസിനെ മാർക്കറ്റ് താഴത്തോട്ട് ബ്രേക്ക് ചെയ്തുകൊണ്ട് വേണമെങ്കിൽ താഴത്തോട്ടൊരു ഡൗൺഫോൾ കാണിച്ചിട്ട് തിരിച്ച് മേളിലേക്ക് വന്ന് അവരുടെ സ്റ്റോപ്പ് ലോസ് കിട്ടിയതിന് ശേഷം പിന്നെ കണ്ടിന്യൂസ്ലി ഒരു ഫോളിനുള്ള ചാൻസസും ഉണ്ട്. സോ അതാണ് ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ ലൈനിൽ വന്ന് റീടെസ്റ്റ് എടുക്കുവാണ്, അല്ലെങ്കിൽ ലൈനിനെ ബ്രേക്ക് ചെയ്ത് മേളിലേക്ക് പോയിട്ട് തിരിച്ചൊരു റിവേഴ്സിൽ വല്ലതും ഫോം ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ട്രേഡിൽ എൻട്രി എടുക്കാം. എക്സാക്ട്ലി നമ്മൾ വയ്ക്കുന്ന പോലെ തന്നെ ഒരു 100 പോയിൻറ്റ്സിൻ്റെ ഒരു ടാർഗറ്റും 78 പോയിൻറ്റ്സിൻ്റെ ഒരു സ്റ്റോപ്പ് ലോസും തന്നെ. അപ്പോൾ നമ്മുടെ ലൈനിൻ്റെ അവിടെ വന്നിട്ട് നമ്മൾ ട്രേഡ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സ്റ്റോപ്പ് ലോസ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ഏതായാലും ഇപ്പോൾ കണ്ടിന്യൂസ്ലി ഫോളോ നടക്കുവാണ്. ഞാൻ ഏതായാലും നോക്കിയിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം ട്രേഡേഴ്സ്. സെയിം ക്യാൻഡിൽ തന്നെ ഒരു റിവേഴ്സൽ ക്യാൻഡിലായിട്ട് ഫോം ആവുന്നുണ്ട്. നമ്മുടെ ലൈനിനെ ഏകദേശം ഫൈൻ നമ്മുടെ ലൈനിനെ ഏകദേശം റീടെസ്റ്റ് ചെയ്യുന്നുണ്ട്. നമുക്ക് എക്സാക്റ്റ് വേണമെങ്കിൽ നോക്കാം. ഇപ്പോൾ ഇവിടുന്ന് റിജക്ഷൻ ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് ട്രേഡിൽ എക്സിക്യൂട്ട് ചെയ്യാം. ഇനി അല്ല എക്സാക്ട്ലി ഓക്കെ, നമുക്ക് ഒരു കാര്യം ചെയ്യാം ട്രേഡേഴ്സ്. നമുക്ക് നമ്മുടെ ട്രേഡിൽ എൻട്രി എടുത്തേക്കാം. ജസ്റ്റ് ഞാൻ ട്രേഡിൽ എൻട്രി എടുത്തിട്ടുണ്ട്. ഇനി ഒരു 1 മിനിറ്റിൻ്റെ ഒരു പ്രശ്നമല്ല, ഒരു 1 മിനിറ്റിൻ്റെ ഒരു ബാക്കിയും കൂടി 1 മിനിറ്റോളം ബാക്കിയുണ്ട് ഇനി ക്യാൻഡിലിൻ്റെ ക്ലോസിന് വേണ്ടിയിട്ട്. അതിന് മുന്നേ ട്രേഡ് എടുത്തു എന്നുള്ളൊരു ഇത് മാത്രമേ ഉള്ളൂ. പക്ഷേ നമ്മുടെ ക്യാൻഡിലിൻ്റെ അവിടുത്തെ എത്തി റിജക്ഷൻ കാണിച്ചപ്പോഴാണ് ഞാൻ ട്രേഡിൽ എൻട്രി എടുത്തത്. അപ്പോൾ ലൈനിനെ മാർക്കറ്റ് അത്യാവശ്യം മേളിലേക്ക് ബ്രേക്ക് ചെയ്യാൻ നോക്കുന്നുണ്ട്. സോ കുഴപ്പമില്ല. ഇനിയിപ്പം മേലിലോട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ സ്റ്റോപ്പ് ലോസ് കൊടുത്തിറങ്ങാം. ഏതായാലും നമുക്ക് നമ്മളുടെ ടാർഗറ്റും സ്റ്റോപ്പ് ലോസും കൂടെ ജസ്റ്റ് ഒന്ന് പ്ലേസ് ചെയ്യാം. നമ്മൾ സാധാ വയ്ക്കുന്ന ക്യാൻഡിലിൻ്റെ ജസ്റ്റ് ലോയെ ബ്രേക്ക് ചെയ്താൽ തന്നെ നമ്മളുടെ ടാർഗറ്റ് ഹിറ്റാവും. 100 പോയിൻറ്റ്സ് എന്ന് പറയുമ്പോൾ ഓക്കെ ഫൈൻ. 100 പോയിൻറ്റ്സ് എന്ന് പറയുമ്പോൾ ഇതായിരിക്കും നമ്മളുടെ ടാർഗറ്റ് ഏരിയ. നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ഇവിടുന്ന് ബ്രേക്ക് ചെയ്ത് മേളിലേക്കാണ് പോകണമെങ്കിൽ ഇമീഡിയറ്റ്ലി നമുക്ക് നമ്മുടെ സ്റ്റോപ്പ് ലോസ് കൊടുത്തിറങ്ങാം. 78 പോയിൻറ്റ്സിൻ്റെ ആണ് നമ്മുടെ സ്റ്റോപ്പ് ലോസ് നമ്മൾ പ്ലാൻ ചെയ്തേക്കുന്നത്. ഇപ്പോൾ കുഴപ്പമില്ല. ഒരു 90 ക്വാണ്ടിറ്റിയാണ് നമ്മളുടെ 54,700 പുട്ട് ഓപ്ഷനാണ്. 90 ക്വാണ്ടിറ്റിയാണ് നമ്മൾ ബൈ ചെയ്തിരിക്കുന്നത്. നമ്മൾക്ക് ഓവറേജ് 889.58 ആണ് നമ്മളുടെ ഒരു ആവറേജ് ബൈയിങ് കിട്ടിയേക്കുന്നത്. ടാർഗറ്റ് വന്നിട്ട് 939, 50 പോയിൻറ്റ്സ് എന്ന് പറയുമ്പോൾ 939. ഇനിയിപ്പോൾ നെഗറ്റീവിലോട്ടാണ് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ സ്റ്റോപ്പ് ലോസ് വച്ചേക്കാം. 1,200+ പ്രോഫിറ്റ് ആയിരുന്നു കാണിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ പ്രോഫിറ്റ് കുറയാൻ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം, നമുക്ക് നമ്മുടെ സ്റ്റോപ്പ് ലോസ് വെച്ചേക്കാം. നമ്മളുടെ ബൈയിങ് പ്രൈസ് എന്ന് പറയുമ്പോൾ 889.58 ആണ്. നമ്മൾക്ക് 38 പോയിൻറ്റ്സിൻ്റെ സ്റ്റോപ്പ് ലോസ് വെച്ചേക്കാം. സ്റ്റോപ്പ് ലോസ് വന്നിട്ട് 852 ട്രിഗർ 1 റുപ്പി കൂട്ടിയിട്ട് 853 വെച്ചേക്കാം. ഫൈൻ.
ഓക്കെ. ഇപ്പോൾ പ്രോഫിറ്റ് അത്യാവശ്യം ഇൻക്രീസ് ചെയ്യുന്നുണ്ട് ട്രേഡേഴ്സ്. 852ഉം 853 നമ്മളുടെ ട്രിഗറും വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം നമുക്ക് ഫേവറായിട്ടാണ് മാർക്കറ്റ് പോകണമെന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ തിരിച്ച് നമുക്ക് ഫേവറായിട്ട് അല്ലെങ്കിൽ നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഏതായാലും ഇൻടാക്റ്റ് ആണ്. നമുക്ക് സ്റ്റോപ്പ് ലോസ് കൊടുത്ത് മാർക്കറ്റിൽ നിന്നും വളരെ ഡിസിപ്ലിൻഡ് ആയിട്ട് ഇറങ്ങാം. ഇനി അല്ല മാർക്കറ്റ് തിരിച്ചാണ് നമുക്ക് എഗനിസ്റ്റ് ആണ്, മാർക്കറ്റ് നമുക്ക് ഫേവറായിട്ടാണ് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മളുടെ പ്രോഫിറ്റ് സ്റ്റോപ്പ് ലോസിനെ എഡിറ്റ് ചെയ്ത് പ്രോഫിറ്റ് ആക്കാം. എക്സാക്ട്ലി നമ്മുടെ ലൈനിൻ്റെ അവിടെ നിന്നാണ് മാർക്കറ്റ് കറങ്ങി തിരിയുന്നത്. ഓക്കെ, ഫൈൻ. ഇന്നലെ നമുക്ക് ഏകദേശം 5 മിനിറ്റ്സേ എടുത്തുള്ളൂ, പ്രോഫിറ്റ് ആണെങ്കിൽ ലോസ് ആണെങ്കിലും. സോ ഞാൻ ഈ 9:20 അല്ലെങ്കിൽ 9:45 ഒക്കെ ക്യാൻഡിൽ ചൂസ് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ മാർക്കറ്റ് ഓപ്പൺ ആയതിനു ശേഷം മാർക്കറ്റ് ഒന്ന് സ്ലോ ഡൗൺ ആവുന്ന ഒരു ടൈമാണ് അത്. അല്ലെങ്കിൽ അതുവരെ മാർക്കറ്റ് തന്നെ മാർക്കറ്റിനെ ഒന്ന് സെറ്റിൽ ചെയ്യാനുള്ള ഒരു ടൈമാണ്. ആദ്യമൊക്കെ ഞാൻ 1 മിനിറ്റ് ടൈം ഫ്രെയിമിൽ ട്രേഡ് എടുത്തുകൊണ്ടിരുന്നു. ആ 1 മിനിറ്റ് ടൈം ഫ്രെയിം എന്ന് പറയുമ്പോഴത്തേക്കും നമ്മളുടെ സ്റ്റോപ്പ് ലോസ്, നമ്മൾ ഈ ചെറിയ സ്റ്റോപ്പ് ലോസ് കൊടുത്തിട്ട് കാര്യമില്ല. നമ്മൾ വലിയ ടാർഗറ്റും വലിയ സ്റ്റോപ്പ് ലോസും നമ്മൾ കൊടുക്കേണ്ടി വരും. അപ്പോൾ വലിയ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുമ്പോഴത്തേക്കും മാർക്കറ്റ് ഒരു ഭയങ്കര വോളറ്റിലിറ്റി ആയിരിക്കും 1 മിനിറ്റിൽ. സോ അതാണ് ഞാൻ പിന്നെ 1 മിനിറ്റിൽ നിന്നാണ് ഞാൻ കൺവേർട്ട് ചെയ്ത് 3 മിനിറ്റിലേക്ക് ആക്കി. 3 മിനിറ്റിൽ നിന്നാണ് ഞാൻ പിന്നെ 5 മിനിറ്റ്സിലേക്ക് ആക്കിയത്. സോ നമ്മുടെ ലൈനിനെ മാർക്കറ്റ് മേളിലേക്ക് ബ്രേക്ക് ചെയ്യുന്നുണ്ട്. കുഴപ്പമില്ല, നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഏതായാലും ഇൻടാക്റ്റ് ആണ്. ഇനിയിപ്പോൾ ലൈനിനെ ക്രോസ് ചെയ്ത് മേളിലേക്കാണ് പോകണമെന്നുണ്ടെങ്കിലും നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഏതായാലും റെഡിയാണ്. അപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഇതാണ്, ഇപ്പോൾ നമ്മളുടെ ഒരു എക്സ്പീരിയൻസ് ആണ് മാർക്കറ്റിൽ നമ്മളെ കൂടുതൽ നിലനിർത്തുന്നതും ഹെൽപ്പ് ചെയ്യുന്നതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ഞാൻ ഒരുപാട് ടൈമായിട്ട് ഞാൻ മാർക്കറ്റിൽ ട്രേഡിങ്ങിൽ ഞാൻ നോക്കുന്നതാണ്. അപ്പോൾ അത്യാവശ്യം നമുക്കൊരു വോളറ്റൈൽ മൊമെൻറ്റം കഴിഞ്ഞിട്ടുള്ളൊരു സമയം എന്ന് ഞാൻ തന്നെ എനിക്ക് തോന്നിയ ഒരു ടൈം പീരീഡാണ് ആഫ്റ്റർ ഒരു 9:30 അല്ലെങ്കിൽ ആഫ്റ്റർ ഒരു 9:20 കഴിഞ്ഞിട്ടുള്ളൊരു സമയം. അപ്പോൾ അതിൽ ട്രേഡ് എടുത്താൽ 10 മണി 10:15 തന്നെ നമ്മൾ മാക്സിമം ഇറങ്ങേണ്ടിയിരിക്കുന്നു. കാരണം അത് കഴിയുമ്പോൾ പിന്നെ മാർക്കറ്റിൻ്റെ സ്ട്രക്ചർ മാറുന്നൊരു ടൈമായിട്ടാണ് എനിക്ക് തോന്നി. ഇതൊക്കെ എൻ്റെ ഒരു വിലയിരുത്തലാണ് കേട്ടോ മാർക്കറ്റിനെ പറ്റി, അല്ലെങ്കിൽ എൻ്റെ ഒരു കാഴ്ചപ്പാടും ഞാൻ കണ്ടിട്ടുള്ള മാർക്കറ്റിനെ പറ്റിയാണ് ഞാനീ പറയുന്നത്. സോ അതുകൊണ്ടാണ് ഈ ഒരു ടൈമിൽ എടുത്താലും ഒരു 10-15 നമ്മൾ എടുത്തില്ലെങ്കിൽ നമുക്ക് പിന്നെ ലോസ് ആവാം. കാരണം ആ ഒരു ടൈമിനുള്ളിൽ മാർക്കറ്റ് നമ്മളുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്തില്ലെങ്കിൽ പിന്നെ നമുക്ക് എഗനിസ്റ്റ് മാർക്കറ്റ് റൺ ചെയ്യാനുള്ള ചാൻസസും കൂടുതലാണ്. സോ ഏതായാലും നമുക്കൊന്ന് വെയിറ്റ് ചെയ്തിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം ട്രേഡേഴ്സ്. ട്രേഡേഴ്സ് മാർക്കറ്റിൽ അത്യാവശ്യം നമുക്ക് നല്ലൊരു ഫോൾ കിട്ടിയിട്ടുണ്ട്. ഇനി എനിക്ക് തോന്നുന്നത് നമ്മുടെ സ്റ്റോപ്പ് ലോസിനെ നമുക്ക് ട്രെയിൽ ചെയ്ത് വെച്ചേക്കാം. ഇനിയിപ്പോൾ ഈ ട്രേഡിൽ നമുക്ക് ലോസ് ഉണ്ടാകത്തില്ല. നമ്മുടെ സ്റ്റോപ്പ് ലോസിനെ ഞാൻ ട്രെയിൽ ചെയ്തിട്ടുണ്ട്.
ഇപ്പോൾ ഒരു 9:29 റൺ ചെയ്യുന്നുണ്ട്. നമ്മുടെ സ്റ്റോപ്പ് ലോസിനെ ഞാൻ എഡിറ്റ് ചെയ്ത് മൊബൈലിൽ കൂടെ ചെയ്തത്. സ്റ്റോപ്പ് ലോസിനെ എഡിറ്റ് ചെയ്ത് ടാർഗറ്റിലേക്ക് പ്ലേസ് ചെയ്തിട്ടുണ്ട്. 934 4000 ഒരു പ്രോഫിറ്റ് ഇപ്പോൾ റൺ ചെയ്യുന്നുണ്ട്. 934 നമ്മുടെ ടാർഗറ്റ് ഏരിയ അത്യാവശ്യം എത്തിയിട്ടുണ്ട് ട്രേഡേഴ്സ്. ഒരു 5 പോയിൻറ്റ്സിൻ്റെ അടുത്തുനിന്നാണ് മാർക്കറ്റ് റിജക്ഷൻ കാണിക്കുന്നത്. നമ്മളുടെ ടാർഗറ്റ് ഏരിയ എന്ന് പറയുന്നത് 939 ആണ്. 931 ജസ്റ്റ് ഒരു 5 പോയിൻറ്റ്സ് ആണ് നമ്മളുടെ ടാർഗറ്റ് ഏരിയയിൽ നിന്ന്. അവിടെ നിന്നാണ് മാർക്കറ്റ് തിരിയുന്നത്. കുഴപ്പമില്ല, നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ട്രേഡേഴ്സ്, എന്നിട്ട് നോക്കിയിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ട്രേഡേഴ്സ് എഗെയിൻ മാർക്കറ്റ് നമ്മളുടെ ടാർഗറ്റിൻ്റെ 37-38 ജസ്റ്റ് കണ്ട 38, നമ്മുടെ 39 ആണ് ടാർഗറ്റ്. ജസ്റ്റ് ഒരു പോയിൻറ്റിൻ്റെ അവിടെ നിന്നാണ് മാർക്കറ്റ് തിരിയുന്നത്. ഇവിടെ എനിക്ക് തോന്നുന്നത് എക്സാക്ട്ലി ഇപ്പോൾ പ്രീമിയം വൈസ് സ്പോട്ട് വൈസ് നമ്മളുടെ ടാർഗറ്റ് ഏതായാലും അച്ചീവ് ആയിട്ടുണ്ട് 34. ഇവിടെ ഒരു പാറ്റേണും കൂടെ എനിക്ക് തോന്നുന്നുണ്ട് ട്രേഡേഴ്സ്. ഒരു 4000 താഴത്തോട്ട് ഇനി പോവുകയാണെങ്കിൽ നമുക്കത് അനുവദിക്കേണ്ട. നമുക്കവിടെ നമ്മുടെ മാർക്കറ്റ് ഓർഡറിൽ എക്സിറ്റ് ഞാൻ എക്സിറ്റ് ചെയ്തിട്ടുണ്ട് ട്രേഡേഴ്സ്. 3 എത്രയിലാണ്? 3-4 പോയിൻറ്റ്സ് കണ്ടോ. ഒരു 4000 പ്ലസിൻ്റെ ഒരു പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്നുണ്ട് ട്രേഡേഴ്സ്. 934 ആണ് 35 എന്ന് പറയാം. 35 ഒരു 4 പോയിൻറ്റ്സ് തൊട്ട് മുന്നെയാണ് നമ്മളുടെ ടാർഗറ്റ് ബുക്ക് ചെയ്ത്. അത് വേറൊന്നും കൊണ്ടല്ല, ഇവിടെ ഒരു സപ്പോർട്ട് ഏരിയ ആയിട്ട് മാർക്കറ്റ് ഫോം ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നി കണ്ടോ. ഇവിടെ ഒരു സപ്പോർട്ട് ഏരിയ, സപ്പോർട്ട് എടുത്തു, പിന്നെ അവിടുന്ന് സപ്പോർട്ട് എടുത്ത് മാർക്കറ്റ് മേലിലേക്ക് പോകാൻ പോകണം. പിന്നെ ഇവിടെ ഒരു ഡബിൾ ബോട്ടം കൂടെ ഫോം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ബ്രേക്ക് ഔട്ടും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ മാർക്കറ്റ് മേലിലേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട്. സോ വെറുതെ ഒരു പോയിൻറ്റിന് വേണ്ടി നമ്മളുടെ ടാർഗറ്റ് കളയേണ്ട കാര്യമില്ലല്ലോ. സോ അതാണ് ഞാൻ നമ്മളുടെ ടാർഗറ്റ് ആ ഒരു ഏരിയ എത്തിയപ്പോഴത്തേക്കും ഞാൻ ബുക്ക് ചെയ്തത്. കുഴപ്പമില്ല, എന്നാലും ഒരു ഡീസൻറ്റ് ടാർഗറ്റ്, ഒരു 4000 പ്ലസിൻ്റെ ഒരു ടാർഗറ്റാണ് നമ്മൾ ബുക്ക് ചെയ്തത്. വളരെ സിമ്പിൾ ട്രേഡായിരുന്നു. നമ്മുടെ 940 ക്യാൻഡിൽ ഇത് 940 ക്യാൻഡിൽ നമ്മളുടെ ഫിബോയെ ഡ്രോ ചെയ്ത് വെച്ചതിന് ശേഷം നമ്മുടെ ലൈൻ ഡ്രോ ചെയ്തു. ലൈനിൻ്റെ അകത്ത് മാർക്കറ്റ് വന്ന് റീടെസ്റ്റ് എടുത്തപ്പോൾ എക്സാക്ട്ലി നമ്മുടെ ലൈനിൽ വന്ന് റീടെസ്റ്റ് എടുത്തു. ജസ്റ്റ് ബ്രേക്ക് ചെയ്യുന്ന പോലെ മേളിലേക്ക് വന്നു. അപ്പം നമ്മളുടെ സ്റ്റോപ്പ് ലോസ് ഏതായാലും ഇൻടാക്റ്റ് ആയിരുന്നു. നമ്മുടെ ലൈനിൽ വന്ന് റീടെസ്റ്റ് എടുത്ത് താഴത്തോട്ട് വരാൻ ശ്രമിക്കുന്ന സമയത്താണ് നമ്മൾ എക്സാക്ട്ലി ആ ഒരു ക്യാൻഡിലിൽ ഈ ഗ്രീൻ ക്യാൻഡിലിൻ്റെ ഇവിടെ റിജക്ഷൻ വന്ന ഉടനെ നമ്മളുടെ ക്യാൻഡിലിൻ്റെ അതിലാണ് നമ്മളുടെ ട്രേഡ് എക്സിക്യൂട്ട് ചെയ്തത്. 948 നമ്മളുടെ ട്രേഡ് എക്സിക്യൂട്ട് ചെയ്തു. അവിടെ നിന്ന് എക്സാക്ട്ലി നമ്മൾ വെക്കുന്ന പോലെ ഒരു 100 പോയിൻറ്റ്സിൻ്റെ ഒരു ടാർഗറ്റും 78 പോയിൻറ്റ്സിൻ്റെ ഒരു സ്റ്റോപ്പ് ലോസുമാണ് വെച്ച് ഓവറോൾ ഇന്ന് നമ്മൾ ഒരു 4000 പ്ലസിൻ്റെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്നുണ്ട് ട്രേഡേഴ്സ്. താങ്ക് യു, ബൈ.